മദ്യനയത്തിന്റെ പേരിൽ യു.ഡി.എഫിൽ വീണ്ടും ഭിന്നസ്വരങ്ങൾ. യു.ഡി.എഫിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് 3 പാർട്ടികൾ മാത്രമെന്ന് ആർ ബാലകൃഷ്ണപിള്ള. വി.എം. സുധീരന്റെ കേരള യാത്രയോട് സഹകരിക്കേണ്ടതില്ലെന്ന് എ.ഐ. ഗ്രൂപ്പുകളുടെ തീരുമാനം. പുനഃസംഘടന മാറ്റിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. ബാലകൃഷ്ണപിള്ളയുടെ വാക്കുകളിലേക്ക്. കാശും മേടിച്ചേച്ച് പുറത്തിറങ്ങി നിരോധനം നടത്തണമെന്ന് പറയുന്നത് നികൃഷ്ടമാണ്. അതിനകത്ത് ആദർശമല്ല. അവരുടെ പൈസ വാങ്ങിയിട്ട് അവർ പറഞ്ഞല്ലോ, ഞാനല്ല പറഞ്ഞത്. മദ്യശാഖകളുടെ പ്രതിനിധികൾ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങളെല്ലാവർക്കും കാശ് കൊടുത്തിട്ടുണ്ട്, ദൂരന്മാരെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. മറുപടി പറയേണ്ടതാരാ? വാങ്ങിച്ചവരല്ലേ പറയേണ്ടത്, വാങ്ങിക്കാത്തവർ പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടിവരവയ്ക്കാൻ പറയുക, കേരള കോൺഗ്രസ് ബിക്ക് ഗവൺമെന്റുമായി യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഭരണം നടത്തുന്നത് 2-3 കക്ഷികൾ കൂടിയാണ്. യു.ഡി.എഫിൽ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ 2-3 പേരെ ആലോചിച്ചു എന്നേ അർത്ഥമുള്ളൂ. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ, കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ഭാസുരേന്ദ്ര ബാബു എന്നിവർ. ഏറ്റവും ആദ്യം ബിന്ദു കൃഷ്ണയിലേക്ക്. ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. മറ്റ് ശ്രീ ജോണി നെല്ലൂർ, കേരള കോൺഗ്രസിലെ പല നേതാക്കളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് മദ്യനയത്തെ ചൊല്ലി, മദ്യനയത്തിൻ്റെ നടപ്പാക്കൽ രീതിയെ ചൊല്ലിയൊക്കെ ഈ ഭിന്നസ്വരങ്ങൾ യു.ഡി.എഫിൽ? അത് സ്വാഭാവികമാണല്ലോ. യു.ഡി.എഫിൽ മാത്രമല്ല, എവിടെയായാലും ഇത്രയും വലിയ വിപ്ലവകരമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ലോകത്തെല്ലായിടത്തും ഇത്തരം മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അത് ശരിയാണ്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ 2-3 കക്ഷികൾ മാത്രമാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. 2-3 പേർ ചേർന്ന്, 2-3 കക്ഷികളെന്നല്ല, 2-3 പേർ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു.ഡി.എഫിനെ പഴി പറയണ്ട. അതെന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നു നേതാക്കൾ? അത് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് അദ്ദേഹത്തിന് മാത്രമേ വിശദീകരിക്കാൻ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളത്തിലെ ഗവൺമെന്റിന്റെ തീരുമാനം കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഇതിനെ സ്വാഗതം ചെയ്യുന്ന പലർക്കുമുള്ള സംശയം, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇതുപോലെ നടപ്പിലായിരുന്നുവെങ്കിൽ ഒരുപാട് പേർ സന്തോഷിക്കും, ആ കൂട്ടത്തിൽ എല്ലാവർക്കും ചേരാം. പക്ഷേ ഇത് അങ്ങനെ നടപ്പിലാകുന്നില്ല. ഈ പോകുന്ന വഴിക്കൊക്കെ പ്രശ്നങ്ങളാണ്. ഇതങ്ങനെ നടപ്പിലാകാൻ പറ്റുമോ എന്ന് ഇന്ന് മാർ ആലഞ്ചേരി പിതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്ത പലർക്കും സംശയങ്ങളുണ്ട്. ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്? ഇത് മത്സരം ആണോ? ആർക്ക് ജയിക്കാൻ വേണ്ടി ഇത് ചെയ്തതുപോലെ എന്നൊക്കെ ആവുന്നു. ശ്രീ ആന്റണി രാജു ഇന്ന് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പല ചർച്ചകളിലും പറയുന്നത് കേട്ടാൽ ഇത് യു.ഡി.എഫിലെ 2 ഘടകകക്ഷി നേതാക്കൾ തന്നെയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് പറച്ചിലുകളൊക്കെ. അത്രമാത്രം ഘടകകക്ഷി നേതാക്കൾക്ക് തന്നെ ഈ ഭിന്നസ്വരം ഉണ്ടാകത്തക്കവണ്ണമുള്ള രീതിയിലേക്ക് ഈ നയത്തിൻ്റെ നടപ്പാക്കൽ രീതി എന്തുകൊണ്ട് പോയി? ഒരു തിരുത്തൽ ആവശ്യമുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത്, പുറത്തുനിന്ന് കാണുന്ന ഒരാളെന്ന നിലയിൽ യു.ഡി.എഫ് നേതൃരംഗത്ത് നമ്മളെല്ലാവരും, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പുറത്തുനിന്ന് കാണുന്നതാണ്. ഞങ്ങളൊക്കെ കണ്ടതാ കേരളത്തിലെ യു.ഡി.എഫിൻ്റെ ഘടകകക്ഷികളിലെ ഭൂരിപക്ഷം പേരും യു.ഡി.എഫ് നേതൃയോഗത്തിലും അതുപോലെ തന്നെ മന്ത്രിസഭാ യോഗത്തിലും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് തന്നെ തീരുമാനിച്ചത്. പിന്നെ പെട്ടെന്നെടുത്ത തീരുമാനം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ജനിക്കുന്നതിന് ശരിക്കും ഓർമ്മ വരുന്നതിന് മുമ്പ് കേട്ടു തുടങ്ങിയതാ മദ്യനിരോധനവും മദ്യവർജനവും. മദ്യവർജനത്തെക്കുറിച്ച് എഴുത്തും വായനയും പറച്ചിലും ഒക്കെ തുടങ്ങിയിട്ട് അത് പ്രാവർത്തികമാകാതെ വരുന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ വലിയൊരു സാമൂഹ്യ വിപത്തായി. നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് മദ്യത്തിന് അഡിക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ, ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അമ്മമാർക്ക് ആശങ്കയുണ്ട്, 10 വയസ്സ് പോലും ആകുന്ന കുഞ്ഞുങ്ങൾ നേരെ മദ്യത്തിന്റെ വിവിധ രൂപങ്ങൾ. അതിലൊന്നും തർക്കമില്ല. ഈ കാര്യമെല്ലാം ശരിയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാഴ്ചകളാണ് ചുറ്റുപാടുകളിൽ കാണുന്നത്. പക്ഷെ അത് ആത്മാർത്ഥതയോടുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ അതിനൊരു മോഡസ് ഓപ്പറാൻഡി വേണം. അത് ഉണ്ടോ എന്നുള്ളതാണ് സംശയം. ഇതിന് മെയിൻ സ്ട്രീം ഉണ്ട്, മോഡസ് ഓപ്പറാൻഡിയും ഉണ്ട്. ആ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് തീർച്ചയായും ഇത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനിടയിൽ വരുന്ന നിയമക്കുരുക്കുകൾ അതിന് നിയമപരമായി തന്നെ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും യു.ഡി.എഫ് നേതൃത്വവും ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതി ഈ കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് യു.ഡി.എഫ് ഗവൺമെന്റ് മദ്യനയത്തിന് സാധൂകരണം നൽകുന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. തീർച്ചയായിട്ടും അതിനകത്ത് വ്യക്തത ആവശ്യമുണ്ട്. എന്നാലും ശ്രീ ആന്റണി രാജുവിലേക്ക് നമുക്ക് ചർച്ച സമയം അധികം കളയാനില്ല. ശ്രീ ആന്റണി രാജു, ഈ ഭിന്നസ്വരം ഉണ്ടാകുന്നതെല്ലാം കോൺഗ്രസ് ആയതുകൊണ്ട് യു.ഡി.എഫ് ആയതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതാണോ സംഭവിച്ചിരിക്കുന്നത്? അതോ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞതുപോലെ ഇത് ആരൊക്കെയോ 2-3 പേർ മാത്രം ആലോചിച്ച് തീരുമാനിച്ചതുകൊണ്ടുണ്ടായ അപകടമാണോ? അല്ല, ഇത് ഇവിടെ പറഞ്ഞതുപോലെ നയത്തിൽ അടിസ്ഥാനപരമായി യു.ഡി.എഫിലെ ഒരു പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ നയത്തിൽ ഭിന്നതയില്ല. മദ്യ നിരോധനം എന്നുള്ള ലക്ഷ്യം പ്രാപിക്കുക എന്നുള്ളത് എല്ലാവരും
എല്ലാവരുടെയും അടിസ്ഥാന തത്വമാണ്. ഞങ്ങളും അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ ഇവിടെ പറ്റിയ തകർച്ച എന്താ? ഇത് നടത്തിപ്പിൽ ചില പാളിച്ചകൾ വരുന്നത് ഈ നയം നടപ്പാക്കുന്നതിന് തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട്. അത് ഗവൺമെൻറ് നന്മയ്ക്ക് വേണ്ടിയാണ്, കോൺഗ്രസിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, കേരള കോൺഗ്രസ് പാർട്ടി നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞതാണ്. ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ഇന്നലെ വിധിയുണ്ടായപ്പോൾ എക്സൈസ് മന്ത്രി കെ ബാബു പറഞ്ഞത് ദുഃഖകരമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ദുഃഖകരമെന്ന് അദ്ദേഹത്തോട് പറയിപ്പിക്കാൻ ഇടയായ വിധത്തിൽ ഇതിൻ്റെ നടത്തിപ്പിലുണ്ടായ പാളിച്ചയാണ് അങ്ങനെ എത്തിയതെന്ന് പറയുമ്പോൾ അത് നയത്തിനോടുള്ള ഭിന്നതയല്ല, മറിച്ച് നടത്തിപ്പ് കുറെ കൂടി ഗൗരവമായി ഗൃഹപാഠം ചെയ്ത് പഴുതുകൾ അടച്ച് ജനാഭിലാഷം മാനിച്ചുകൊണ്ട് ചെയ്യണം. ഏതെങ്കിലും വ്യക്തിയുടെ സൂപ്പർമാൻ ആകാനുള്ളത് പോലെ തോന്നരുത്, അല്ലെങ്കിൽ ശരിയായ ഒരു നമ്മുടെ ആത്മാർത്ഥതയില്ലാതെ ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതുപോലെ ജനങ്ങളുടെ മുമ്പിൽ തോന്നരുത്. ഇതൊക്കെ പറയുന്നത് ഈ നയം നമ്മൾ പാളിച്ചയില്ലാതെ ഇപ്പോൾ തന്നെ കോടതിയിലേക്ക് പോയി. ഇന്നലെ മന്ത്രി ബാബു തന്നെ പറഞ്ഞെന്താ, ഇതിപ്പോൾ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതിയിലെ സിംഗിൾ ബെഞ്ച്, അപ്പീലുമൊക്കെ ആയി വരുമ്പോൾ ഈ കോടതി വിധികളിൽ തട്ടി നമ്മുടെ ഈ മദ്യനയം നടപ്പിലാകാതെ പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നതാരാ? എല്ലാ ഘടകകക്ഷികളും ഈ മുന്നണിയും ജനത്തിൻ്റെ മുമ്പിൽ അനുഭവിക്കണ്ടേ? അപ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാതെ ഒരു നയം നടപ്പിലാക്കിയെന്ന് വരുത്തി തീർത്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം. പക്ഷേ അത് നിങ്ങളെപ്പോലുള്ളവർ പറയേണ്ട വേദിയിൽ പറയാതെ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ കൈയടിച്ചതിന് ശേഷം പിന്നീട് വന്ന് ഇതുപോലെ പറയുന്നതിനെയാണ് കോൺഗ്രസിന് ഒരു അതൃപ്തിയുള്ളത്. അത് ശരിയല്ല. കാരണം നയത്തിന്റെ കാര്യത്തിലാണ് അവിടെ തീരുമാനിച്ചത്. അത് എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ളത് പ്രധാനമായിട്ട് ആ വകുപ്പാണ്, അതിന്റെ ചുക്കാൻ പിടിക്കേണ്ടത് ആ വകുപ്പാണ്. ഇന്നലെ തന്നെ ശ്രീ പ്രതാപൻ, TN പ്രതാപൻ MLA, ഈ ചാനലിലാണോ മാതൃഭൂമി ചാനലാണോ എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞെന്താ, സുപ്രീം കോടതിയിൽ കേസ് വാദിച്ച വക്കീലിന് ശരിയായ വിധത്തിൽ എക്സൈസ് വകുപ്പ് ഫീഡ് ചെയ്ത് കൊടുക്കാത്തതിൻ്റെയും അവിടെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞത് ഞങ്ങളല്ല. അപ്പോൾ എവിടെയോ എന്തൊക്കെയോ ചേഞ്ച് നാറുന്നു എന്നുള്ളത് കോൺഗ്രസിനകത്ത് തന്നെ പുറത്തു വരുമ്പോൾ ഘടകകക്ഷികളായ ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഘടകകക്ഷികൾക്ക് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയോ? പഴുതുകൾ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിന് നയത്തോടുള്ള എതിർപ്പല്ല, ആത്മാർത്ഥം കൊണ്ട് പറയുന്നതാണ്. ഇതാണ് ഘടകകക്ഷി നേതാക്കൾ, കേരള കോൺഗ്രസിനെ പോലുള്ള കക്ഷികളൊക്കെ ഇങ്ങനെ പറയുന്നതിന് കാരണം. ഒരു ഹോംവർക്ക് ഇല്ലാതെ ഈ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ആ നേരത്തെ മോഡസ് ഓപ്പറാൻഡി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അതൊന്നും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ മറ്റ് ഘടകകക്ഷികളെ ഒന്നും അവരെ ഒന്നും ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. സ്വന്തം കക്ഷിയിലെ നേതാക്കളെ കുറിച്ച് TN പ്രതാപനെ, K സുധാകരനെ, ശ്രീ MM ജേക്കബിനെ, അതെ അതെ ഇവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ലാത്തതിന്റെ തെളിവുകളാണ് ഇവരെല്ലാം പുറത്തേക്ക് ഓരോന്ന് പറയുന്നത്. അത് പറ്റാത്തതിന് അവരോടൊന്നും പറയാതിരിക്കുകയും ഘടകകക്ഷികൾ എന്തെങ്കിലും കോൺഗ്രസ് നന്നാവട്ടെ എന്ന് വെച്ച് പറയുമ്പോൾ അവരോട് കുതിര കയറിയിട്ട് കാര്യമുണ്ടോ? ഇത് കോൺഗ്രസിന്റെ നന്നാകലിന്റെയോ നന്നാകാതാകുന്നതിന്റെയോ പ്രശ്നമല്ല. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. അത് നിറവേറ്റാനുള്ള ബാധ്യത തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അല്ല, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ അഭിപ്രായം പറയുന്നതിനെ എതിർക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊരു ഹോംവർക്ക് ചെയ്യാത്ത സംഗതിയാണെന്ന് പറഞ്ഞാൽ യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇത്രയും പതിറ്റാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം പോലും അംഗമായിട്ടുള്ള കമ്മിറ്റി കേരളത്തിൽ പ്രവർത്തിക്കുകയും ഇത് സംബന്ധിച്ച് കൃത്യമായ എല്ലാ ഒബ്സർവേഷൻസും എല്ലാ പഠനങ്ങളും നടത്തി റിപ്പോർട്ട് കേരള ഗവൺമെന്റിന്റെ മുമ്പിൽ ഉദയഭാനു കമ്മീഷനുണ്ട്. അങ്ങനെ പല ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഏറ്റവും അവസാനം 2011 പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ UDF ജനങ്ങളുടെ മുന്നിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ കക്ഷികളും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കേരള കോൺഗ്രസ് ഇത് പറഞ്ഞിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ CPM പോലും അവസാനം മദ്യമില്ലാത്ത കേരളത്തെ കുറിച്ചാണ് അവരും പറയുക. പക്ഷെ ഇതിലൊന്നും സംശയമില്ല. ഈ പറയുന്ന കാര്യത്തിനകത്ത് വരുന്ന തർക്കം ഇത്രയേ ഉള്ളൂ. ഇത് ആരടുത്ത് ആലോചിച്ച് എപ്പോൾ ചെയ്തു, ഇത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, കൃത്യമായിട്ടുള്ള ഓരോ സ്റ്റെപ്പും ആലോചിച്ച് തന്നെയാണോ ചെയ്യുന്നത്? അതിനകത്ത് ഇവർക്കൊക്കെ സംശയമുണ്ട്. എന്നിട്ട് അത് ചെയ്യാതിരിക്കുകയും സ്വന്തം കക്ഷിക്കകത്ത് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുകയും മറ്റ് ഘടകകക്ഷികളോട് സെൻസർ ചെയ്യും എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെയാണ് തർക്കം. ഇതിന്റെ ഉദ്ദേശ ശുദ്ധിക്ക് അനുസരിച്ച് തന്നെ എല്ലാവരും സ്വയം സെൻസർഷിപ്പ് ഏർപ്പെടുത്തേണ്ടതാണ് എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ എന്റെ അഭിപ്രായം. ഞാൻ ഓർക്കുക 21-ാം തീയതി UDF തീരുമാനം പ്രഖ്യാപിക്കുന്ന ദിവസമുണ്ടല്ലോ, അന്ന് വൈകുന്നേരം ഘടകകക്ഷി നേതാക്കന്മാരടക്കം എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ തള്ളി പറയുന്നത് ആരായാലും, കോൺഗ്രസിനകത്തായാലും വേറെ ആരായാലും അത് ശരിയല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായും അല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. UDF പൊതുവെ
ഇങ്ങനെ ഒരു വ്യത്യസ്ത സ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ചർച്ച ചെയ്യാതെ ശബ്ദം ഉണ്ടാക്കുന്നവർക്കെതിരെ എന്തുകൊണ്ട് തിരിയുന്നു? അത് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. ഇവിടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു വരുമാനത്തിൽ കുറവുണ്ട്, അല്ലെങ്കിൽ മറ്റു പല നേതാക്കന്മാരും അത് ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും ഇരുന്ന് തീരുമാനിച്ചതാ എക്സൈസ് തീരുവ നമുക്ക് വേണ്ടെന്ന് വെക്കാം, നമുക്ക് പകരം ഈ എക്സൈസ് തീരുവയെ നമുക്ക് കിട്ടുന്ന 7000 കോടി രൂപ അതിൽ കുറച്ച് ശിഷ്ടം വരുന്ന രൂപയുടെ 10 ഇരട്ടിയാണ് നമ്മൾ ചെലവാക്കുന്നത്. ശ്രീ ജോണി നെല്ലൂർ ഇപ്പോൾ ചേർന്നിരിക്കുന്നു. ശ്രീ ജോണി നെല്ലൂർ, ഇങ്ങനെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ഒരുമിച്ച് തീരുമാനിച്ചുകൊണ്ട് ഒരുപക്ഷെ വലിയ ധന ആഗമ മാർഗം പോലും വേണ്ട എന്ന് വച്ചുകൊണ്ടെടുക്കുന്ന ഒരു വലിയ തീരുമാനത്തെയാണ് നിങ്ങളിപ്പോൾ എതിർക്കുന്നത്, അവിടെ കൈയടിച്ചിട്ട് പിന്നീട് വേണ്ട എന്ന് പറയുന്നത്. അയ്യോ, ഒരിക്കലും അങ്ങനെയല്ല. UDF ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനമാണ് മദ്യനയം. പക്ഷെ ആ മദ്യനയത്തിൽ കുറെ കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എന്റെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. മദ്യനയത്തെ പരിപൂർണമായി പിന്തുണയ്ക്കുന്നതോടൊപ്പം മദ്യനയം ഇപ്പോഴത്തെ രീതിയിൽ നടപ്പാക്കുമ്പോൾ സാമാന്യ ചിന്തിക്കുമ്പോൾ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുകയും 80% മദ്യം വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ തുറന്നു വയ്ക്കുകയും 20% താഴെ മാത്രം വിൽക്കുന്ന നമ്മുടെ ബാറുകൾ അടച്ചുപൂട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി സാധാരണക്കാർ ചിന്തിക്കും, ഇതാണോ മദ്യനിരോധനം? അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി അല്ലേ അന്ന് കൈപൊക്കിയത് UDF യോഗത്തിൽ? തീർച്ചയായിട്ടും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്ന് പറയട്ടെ, മദ്യനിരോധനം സമ്പൂർണ്ണമാകണമെങ്കിൽ ഗവൺമെന്റ് ഉടമയിലുള്ള ഔട്ട്ലെറ്റുകൾ കൂടി അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യം അന്നും ഞാൻ ഉന്നയിച്ചിരുന്നു. ഇന്നലെ കൂടി UDF യോഗത്തിൽ ഞാൻ ഉന്നയിച്ചിരുന്നു. ഞങ്ങൾ പരസ്യമായും രഹസ്യമായും ഉള്ളിലും പുറത്തുമൊക്കെ ഒരേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരാ. ഒരു കാര്യം ഞാൻ പറയാം, എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയോ എടുത്ത തീരുമാനത്തെ തള്ളിപ്പറയുകയോ ചെയ്യുന്നവരല്ല ഞങ്ങൾ ആരും. ആ തീരുമാനത്തിൽ ചില അപാകതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റുമോ എന്ന് ഒരു ചോദ്യം ഉന്നയിച്ചാൽ അതിനെ ആരും തെറ്റു പറയേണ്ടതില്ല. ശ്രീ ജോണി നെല്ലൂർ, അങ്ങനെ UDF യോഗത്തിൽ ഉന്നയിച്ചിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ താങ്കളെപ്പോലുള്ള കക്ഷികളൊക്കെ താങ്കളുടേതുപോലെയുള്ള കക്ഷികളൊക്കെ പുറത്തേക്ക് പറയുന്നത്? അതിനെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒക്കെ അതിനെ എതിർക്കുമ്പോഴും ആ ഭീഷണികളെയൊക്കെ വകവയ്ക്കാതെ നിങ്ങൾ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണോ? ലാലെ, ഒരു കാര്യം, ഇവിടെ ഘടകകക്ഷികൾ ആരും ഈ മുന്നണിയെ കളങ്കപ്പെടുത്തുവാനോ മുന്നണിയുടെ ഒരുമിച്ചുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യുവാനോ തയ്യാറായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ കക്ഷി നേതാക്കന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നെടുത്ത തീരുമാനം, ആ തീരുമാനം പുറത്തു വന്ന ശേഷം ആരാണ് ആദ്യമായി ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരായ MM ജേക്കബ്, മുൻ കേന്ദ്രമന്ത്രി MM ജേക്കബ്, ശശി തരൂർ MP, മുൻ ഗവർണർ കൂടിയായ മുൻ സ്പീക്കർ, നിയമസഭാ സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ, ബഹുമാന്യനായ K സുധാകരൻ മുൻ MP തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കന്മാർ, അസൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രംഗത്ത് വന്നപ്പോൾ ഒരു ഘടകകക്ഷി നേതാവ് ആ തീരുമാനത്തെ എതിർത്ത് പറഞ്ഞില്ല. ചില കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നുള്ള അഭിപ്രായവും നിർദ്ദേശവും ചില ഘടകകക്ഷി നേതാക്കന്മാർ പറഞ്ഞു എന്നല്ലാതെ ഒരാളും അത് തള്ളിപ്പറഞ്ഞില്ല. അതാണ് തീർച്ചയായിട്ടും